ഞാൻ നിങ്ങളെ ശുശ്രൂഷിച്ചിട്ട് പോകുക മാത്രമല്ല, I will not just minister and go. ഞാൻ വിശ്വസിക്കുന്ന ചില കൂട്ടിമുട്ടലുകൾ വലിയ വിടുതലുകളിലേക്ക് വരും. I believe some encounters will lead to great deliverance. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം അവരൊന്ന് കര ഉയർത്തിപ്പിടിച്ച് Only those who believe lift up your hands. ഹല്ലേലൂയ. 6 മാസമായപ്പോൾ ഹല്ലേലൂയ ഇതാ എലിസബത്ത് ഒളിച്ച് താമസിക്കുകയാണ്. Elizabeth is hiding after 6 months. പക്ഷേ അറിയാം, മറിയ അവളെ അന്വേഷിച്ചെന്ന് ഒരു വന്ദന സ്വരം പറയുകയാണ്. But there is a greeting that Mary says. ആ വന്ദന സ്വരത്തിനകത്ത് ഭയങ്കരമായ ഇടപെടലുകൾ സംഭവിക്കുന്നു. But great encounters are happening in that. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നത്തെ മീറ്റിംഗിനകത്ത് ചില ഇടപെടലുകൾ സംഭവിക്കാൻ പോകുന്നു. I am declaring in the spirit some encounters will happen in this meeting. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥിച്ചേ. Those who can pray in the spirit for some time. ഒരിക്കൽ കൂടെ കർത്താവിന്റെ ദാസനും കുടുംബത്തിനും ഹല്ലേലൂയ ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷകർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. I thank God for all the ministers and the pastor of this place. ഇന്ന് ഈ വൈകിട്ട് നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ When I minister today, ഹല്ലേലൂയ, ഞാൻ ഒരു പദം ഈ പുസ്തകത്തിൽ കൈവച്ച് പറയുകയാണ്. I'm placing my hands on the Bible and saying one thing. പ്രസംഗം ആരെയും വിടുവിക്കണമെന്നില്ല. The message cannot deliver anybody. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ എന്നേ വിടുതൽ പ്രാപിച്ചേനെ. If that was so, India would have been delivered by now. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വചന ശുശ്രൂഷ നിന്നെ വിടുവിക്കും. But the ministry of the word will deliver you. വിശ്വസിക്കുന്നവർ മാത്രം എന്റെ കൂടെ ചേർന്ന് ചലിക്കണമെന്ന് ഓർപ്പിക്കുന്നു. Only those who believe with me move with me. ഇവിടെ നഴ്സുമാർ കാണും. There might be nurses here. ഹല്ലേലൂയ. എന്റെ വൈഫ് ഒരു നഴ്സാണ്. My wife is a nurse. ഹല്ലേലൂയ. ഓൺലൈനിലുണ്ടെന്ന് ഞാൻ I വിശ്വസിക്കുന്നു. believe she's online. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ശുശ്രൂഷയ്ക്ക് വിധേയപ്പെടുമ്പോഴാണ് അറിയാം മാറ്റങ്ങൾ സംഭവിക്കുന്നത്. When you are submitted to the ministry of the word, that's when change happens. കർത്താവ് ഇന്നെ ഈ സ്ഥലത്തേക്ക് അപ്പോയിന്റ് ചെയ്യുമ്പോൾ, When God appointed me to this place, എന്നിലൂടെ ദൈവം എന്തോ നിങ്ങളെ ചെയ്യുവാൻ, എന്നിലൂടെ എന്തോ പകരാൻ ആഗ്രഹിക്കുന്നു. God desires to pour out something through me. അതിനുവേണ്ടി ഒന്ന് വിധേയപ്പെടുന്ന എത്ര പേരുണ്ട്? How many will surrender to that? വിധേയപ്പെടുന്നവരുടെ മേളിൽ എന്തോ ചലനം സംഭവിക്കാൻ പോകുന്നു. A move upon people who are submitted. വിശ്വസിക്കുന്നവര് മാത്രം അവരൊന്ന് 2 മിനിറ്റുകൾ സ്തുതിക്കാൻ പറ്റുന്നവർ സ്തുതിച്ചാൽ. Only those who believe, can you pray and can you praise for a few moments? ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പാണ് ഇവിടെ നടക്കുന്നത്. I strongly believe it's a blessed worship happening ഈ here. വർഷിപ്പിൽ നിന്ന് ചിലത് ഞാനും കൊണ്ടുപോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. I believe I will take some things from here. ആ നിലയിൽ നിൽക്കുമ്പോൾ ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവർ ചലിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു നദി ഒഴുകുന്ന സ്ഥലമാണ്. This is a place where a river is flowing. Tell it with ഇതൊരു me. നദി ഒഴുകുന്ന സ്ഥലമാണ്. A river flows here. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ ശുശ്രൂഷിക്കുന്നതെങ്കിലും എന്റെ കർത്താവ് നിങ്ങളെ ഹല്ലേലൂയ ഉൽപ്പത്തി മുതൽ കണ്ടതാണ്. But even though I'm ministering to you the first time, but God saw you from the beginning. ആരംഭം മുതൽ കണ്ടവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. The one who saw you from the beginning is here. നീ എവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. The one who desires where you must be, he is here. എവിടെ എത്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. The one who desires where to take you, he is here. അവരാണ് ചലിക്കേണ്ടത്. He has to move. ഈ മിനിറ്റുകൾ കൂട്ടിമുട്ടലുകൾ സംഭവിക്കും. Encounters will happen. ഈ മിനിറ്റിൽ ഇടപെടലുകൾ സംഭവിക്കും. Encounters will happen. വിശ്വസിക്കുന്നവർ മാത്രം എന്റെ കൂടെ ചേർന്ന് Only those who believe with me. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്ന ഒരുമിച്ച് Those who can move in the spirit. ഒരു സൂപ്പർനാച്ചുറൽ റെലമിനകത്ത് ഓപ്പണായി നിൽക്കുന്നു. Supernatural realm is open here. സൂപ്പർനാച്ചുറൽ റെലമിനകത്ത് ഓപ്പണായി നിൽക്കുന്നു. Supernatural realm is open ഞാൻ here. ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പ്രാരംഭത്തിൽ തന്നെ സൗഖ്യങ്ങൾ മൂവ് ആകുന്നു. Healings in the beginning, I'm declaring. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൂതന്മാർ ഇതിനകത്ത് മൂവ് ചെയ്യുന്നു. I'm declaring angels are moving in this place. Spiritual move. Spiritual move. ആത്മാവിന്റെ മണ്ഡലം ഇതിനകത്ത് മൂവ് ചെയ്യുന്നു. The spirit realm is open here. വേൾഡ് തലങ്ങൾ മാറുകയാണ്. ലോകപ്രകാരമുള്ള തലങ്ങൾ മാറുന്നു. Worldly realms are changing. നീ മിനിറ്റിൽ സൂപ്പർനാച്ചുറലുമായി കണക്ട് ആകുകയാണ്. You're connecting with the supernatural. അന്യഭാഷകൾ ഉള്ളവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു. Pray in tongues for a few minutes. അന്യഭാഷകൾ ഉള്ളവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോട്ടെ. Tongues for a few moments. അവൻ ദൈവത്തോട് സംസാരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ. Those who believe they're talking to God. കരമൊക്കെ ഒന്ന് ചലിപ്പിച്ചു കൊണ്ടുവന്ന് 2 മിനിറ്റുകൾ Clapping your hands, lifting your hands. പ്രതികരിക്കുന്ന ജനം. Respond. പ്രതികരിക്കുന്ന ജനം. People who respond. പ്രതികരിക്കുന്നവന് വേണ്ടി യേശു നിൽക്കും. God will stand for those who respond. പ്രതികരിക്കുന്നവന് വേണ്ടി യേശു മറുപടി പറയും. Jesus answers those who respond. പ്രതികരിക്കുന്നവന് വേണ്ടി കർത്താവ് ചിലത് ചെയ്യാൻ പോകുന്നു. God is about to do something. എതിർപ്പുകളെയല്ല, Not against you. സാഹചര്യങ്ങളെയല്ല, Not your situation. ഇതിന് മുകളിൽ വാഴുന്നവനെ നീ വിളിക്കുന്നു. You're calling on the one who ഇതിന് മുകളിൽ reigns. വാഴുന്നവനെ നീ വിളിക്കുന്നു. You're calling on the one who reigns above everything. നിന്റെ സമീപത്തായി അവന്റെ സാന്നിധ്യം ചലിക്കുന്നു. His presence is with you. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവർ മുഴുവൻ, ആത്മാവിൽ ചലിക്കാൻ Those who പറ്റുന്നവർ can move മുഴുവൻ. in the spirit, move in the spirit.
ഇടപെടലുകൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, Encounters will happen. Those who believe ഈ that. മീറ്റിംഗിനകത്ത് വന്ന് ഇതുവരെയും ജീവിതത്തിനകത്ത് മാറ്റമില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, If there are people who say there's been no ഈ change so far. ആരാധനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഒരളവിന് മേളിൽ വെളിപ്പെടുന്നു എന്ന് പറയുന്നവർ, Those who say that the presence of God is in a way like before. സംഭരമനം, നിനക്ക് ആവശ്യം എൻകൗണ്ടർ ആണ്. You need an encounter. ഓ, നിനക്ക് ആവശ്യം ഇടപെടലാണ്. You need an encounter. ഒരു സ്പർശനം ആവശ്യമുള്ളവർ ഒരുമിച്ച് For those who need a touch. ഉടപര മനമനകട 1000 വാക്കുകളേക്കാൾ വലുതാണ് ഇടപെടൽ. More than 1,000 words in encounters. 1000 വാക്കുകളേക്കാൾ ഇടപെടൽ, സ്പർശനം ആവശ്യമാണ്. A touch is more powerful than 1,000 words. എന്റെ കൂടെ ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് Lifting up your hands with me. ഹല്ലേലൂയ. 1998 1998. തൃശ്ശൂരിൽ വെച്ചാണ് ഞാൻ കർത്താവിനെ അറിയുന്നത്. I met the Lord in Thrissur. ഒരു പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട്, I was born in a traditional family. ഇളയ മകനായിട്ടാണ് അവിടെ ജനിച്ചു വളർത്തപ്പെട്ടത്. I was born as a youngest son. ഹല്ലേലൂയ. വീട്ടിലൊന്നും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുവാനൊന്നും നിയന്ത്രിക്കാനും ആരുമില്ലായിരുന്നു. There's nobody to control a ഞാൻ ഈ circumstance. ആരംഭത്തിൽ പറയുന്നത് എന്നെ ദൈവത്തിന് ഉപയോഗിക്കാമെങ്കിൽ നിന്നെ അധികം ചെയ്യാൻ പറ്റും. Why I'm telling is if God can use me, how much more God can use you. ഹല്ലേലൂയ. 8ാം ക്ലാസ്സിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് ഞാൻ. I was kicked out of school at the 8th grade. പക്ഷേ യേശുവിനെ അറിഞ്ഞത് എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. Those who believe, lifting up your hands. എന്നെ നോക്കി ഹല്ലേലൂയ. ആ ടീച്ചേഴ്സ് ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, ഒരിക്കലും നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞു. The teacher said, never you will become good. ഹല്ലേലൂയ. എവിടെ ചെന്നാലും ഹല്ലേലൂയ ആ ശാപം എന്റെ മേൽ ഉണ്ടെന്ന് എനിക്ക് അറിയുമായിരുന്നു. I knew the curse was on me wherever I went. കാരണം എക്സാം എഴുതാൻ നിന്നാൽ എക്സാമിന് മുമ്പേ എല്ലാം മറന്നുപോയിരുന്നു. Because when I stand for an exam, I forget everything. പക്ഷേ യേശു എന്റെ ജീവിതത്തിൽ വന്നത്, But when Jesus came into my life, എന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു എങ്കിൽ, if Jesus changed my life around, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ കൈവച്ച് പറയാം, പണിയില്ലാത്തത് കൊണ്ട് ഇറങ്ങിയതല്ല. I can put my hands on the Bible and say, I did not come into this because I know the job. 2005 മുതൽ 2017 വരെയും സിംഗപ്പൂരിൽ ഹല്ലേലൂയ 14 വർഷം ഒരു കമ്പനിയുടെ ഉയർന്ന പൊസിഷനിൽ ഇരുന്ന ആളാണ് ഞാൻ. I was for 14 years working in Singapore in a top position in a company. ഹല്ലേലൂയ. അവിടെ നിന്നാണ് കർത്താവ് എന്നെ വിളിച്ചിറക്കുന്നത്. From there, God called me out. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, Lifting up your hands if you believe. ഉടപന മനഘടക. എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഇന്ന് ഇതിനകത്ത് എന്തോ ഒരു ഭയങ്കര സ്ഫോടനം പോലെ വിടുതലുകൾ സംഭവിക്കാൻ. I have a great assurance that an explosion of miracles will happen in this place. ഇന്ന് ഇതിനകത്ത് എന്തോ ഭയങ്കര ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. Some moves are going to happen. എനിക്കറിയാം ഇതിനകത്ത് ചിലവരെ ഇപ്പോൾ കർത്താവ് I know the തൊട്ടുകൊണ്ടിരിക്കുകയാണ്. Lord is touching some people in this ചിലവരെ place. തൊട്ടുകൊണ്ടിരിക്കുകയാണ്. He's touching some people in this place. ഇപ്പോൾ തന്നെ എന്റെ മിനിസ്ട്രി അറിയാവുന്നവർക്ക് അറിയാം, ഇതിനകത്ത് ചിലവർ ഈ മിനിറ്റിൽ ചലിക്കാൻ തുടങ്ങും. Some people begin to move right now. നിങ്ങൾ തന്നെ വിട്ടുകൊടുക്കുക. Release yourself to the Spirit. നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. Surrender to the Spirit. ഭയങ്കരമായ ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. Great moves are going to happen. തീർന്നു എന്ന് പറയുന്നവൻ കൂട്ടിമുട്ടലിലേക്ക് വരികയാണ്. The one who said he's finished is coming to an encounter. അവസാനിച്ചു എന്ന് പറയുന്നവൻ എഴുന്നേൽപ്പുകൾ സംഭവിക്കാൻ The one who പോകുന്നു. said he's finished is going to rise up. ഇത് സൂപ്പർ നാച്ചുറൽ സമയമാണ്. Because this is a supernatural time. ഖാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, When the wine is finished at the wedding in Cana, നിറവിന്റെ ശക്തി ആ വീട്ടിനകത്ത് വെളിപ്പെടുന്നത് പോലെ, like the power of fullness revealed ഞാൻ there. ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ മസ്കറ്റിൽ നീ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മമണ്ഡലത്തിന്റെ നടുവിൽ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ശക്തികൾ ഈ ആരാധനയുടെ നടുവിൽ വെളിപ്പെടുകയാണ്. In the midst of the powers in Muscat that tell you that you are finished, there's a power in this place that's going to lift you up. ഭയങ്കരമായ ചലനം നടക്കുന്നു. Great moves are happening. ഭയങ്കരമായ ചലനം നടക്കുന്നു. Great moves are happening. കണ്ണാടി വെച്ച താടിയിട്ടേക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കണം കേട്ടോ. The man of God will pray. മീറ്റിംഗുകൾ ചലനമായി തീരാൻ പോകുന്നു. It's going to be a move for you. മൂവ് ചെയ്യാതെ കിടക്കുന്ന ചിലതിനെ കർത്താവ് തൊടാൻ പോകുന്നു. God is going to touch some things that have not കഴിഞ്ഞ moved. 3.5 വർഷമായി ചലിക്കാതെ കിടക്കുന്ന എന്തോ 3.5 years. ആരംഭത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് തൊടുന്നത് പോലെ ഒരു കാഴ്ച എനിക്ക് കാണാം. I see a sight of something coming and touching in the beginning of this meeting. അവിടെ കൈ ഉയർത്തുന്ന ആ സൗര്യ കർത്താവ് സ്പർശിക്കുന്നത് Lord is touching that sister over there. ആ സൗര്യയുടെ പുറത്ത് ഒരു ഭയങ്കര സൗഖ്യം വന്ന് വീഴുന്നത് എനിക്ക് And there കാണാം. is a great healing coming. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവർ ചലിച്ചേ. Those who can move in the Spirit. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവർ ചലിച്ചേ. Those who can move in the Spirit. തീർന്നെന്ന് പറയുന്നതിന്റെ പടകിനകത്തൊരു ഹല്ലേലൂയ സമയം തിരിക്കുന്ന കൈറോസ് മൂവ്മെന്റുകൾ സംഭവിക്കുന്നു. A Kairos moment where it's coming into your life and you think it's കൈറോസ് finished. മൂവ്മെന്റുകൾ സംഭവിക്കുന്നു. Where you think it's finished, Kairos. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ഇന്നത്തെ ആരാധന നിങ്ങളെ അടുത്ത നിലയിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ്. Maybe the last 6 days you've heard only negative, but today's worship will move you ഇതേപോലെ to. ഒരു ആരാധന ഉള്ളത് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നവർ ഒരുമിച്ച്. Those who can thank God for a worship like this. കഴിഞ്ഞ 6 ദിവസത്തെ ചങ്ങലകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. The 6 days of chain is breaking. വീണ്ടും നിന്നെ മുമ്പോട്ട് മൂവ് ചെയ്യിക്കാൻ പോകുകയാണ്. You're going to move forward again നിന്നെ അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോകാൻ to പോകുകയാണ്. the next level. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവർ മുഴുവൻ എന്റെ കൂടെ. Those who can move in the Spirit with ശബദന me. മനമനഘടക സന്ധര മനമനഘടക. എന്റെ പ്രത്യാശ വർദ്ധിച്ചു. My hope increased. ഞാൻ ആ കട്ടിലയിൽ കിടന്ന് കർത്താവിനെ നന്ദി പറയാൻ I തുടങ്ങി. started praising God on the bed. ഏകദേശം 12 മണിയോട്
12 അടുക്കുന്ന സമയത്ത് around 12 o'clock, ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ഒരു അവസരം കൂടെ തരണം. I told the Lord, Lord, give me one more opportunity. അല്ലെങ്കിൽ എന്റെ വൈഫ് എന്റെ കട്ടിലിന്റെ ഒരു ഭാഗത്ത് കിടക്കുകയാണ്. My wife is on one side of the bed. അമ്മ ആ സൈഡിലുണ്ട്. My mother's there the other side. നിങ്ങൾക്ക് അറിയാമോ, ആ രാത്രിയിൽ ഞാൻ വല്ലാതെ കരഞ്ഞു ദൈവസന്നിധിയിൽ. I cried in the presence of the Lord. നീ എന്നെ വിളിച്ചു എന്നും You called me. കർത്താവേ നീ എന്നെ മുമ്പോട്ട് കൊണ്ടുവന്നും ജനം കാണണം. Let the people see that you're taking me forward. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് കൈവച്ച് പറയണം, നിന്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെല്ലാം നിന്റെ പ്രൊമോഷനുകളാണ്. If you believe in the word of God, tell every problem that came is your promotion. തകർക്കാൻ എന്റെ ദൈവം ഒന്നും ചെയ്യത്തില്ല. God will not allow anything to destroy നിന്നെ you. ഇല്ലാതാക്കാൻ ദൈവം ഒന്നും ചെയ്യത്തില്ല. God will do nothing to make അങ്ങനെ you ഒരു go. യേശുവിനെ എനിക്ക് അറിയത്തില്ല. I don't know a Jesus like that. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ People who experience any ഈ മീറ്റിംഗിൽ negativity, ദൈവം നിന്നോട് പറയുന്നു ആകലല്ലേ. Lord is saying don't go far. നുറുക്കം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയുന്നു ആകലല്ലേ. Going through trouble, don't go ഈ far. മിനിറ്റിൽ കർത്താവ് നിന്നോട് പറയുന്നു, ആ നുറുക്കം അവന്റെ കരത്തിലാണ്. Your breaking is in his അവന്റെ hand. കരത്തിലാണ് നീ നുറുങ്ങുന്നത്. You are in his hand while breaking. നീയും നിന്റെ കുടുംബം അടുത്ത വലിയ വലിപ്പത്തിലേക്ക് പോകാൻ പോകുന്നു. You and your family are going to another blessing. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ Those who can move in the spirit. നുറുക്കുന്നവന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. The one who's breaking has a plan for you. അടുത്ത തലങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ Those who can expect ഈ ആരാധനയിൽ പ്രതീക്ഷയും ഹല്ലേലൂയ പ്രത്യാശയും വ്യാപരിക്കുന്നു. expectation, hope is moving in this ഹല്ലേലൂയ place. hope is moving. Hope is moving. ഹല്ലേലൂയ പ്രത്യാശയുള്ളവർ ആരാധിക്കുക. Those who have hope worship. ഹല്ലേലൂയ പ്രത്യാശയുടെ സ്ഥലമാണിത്. This is the place of hope. ഹല്ലേലൂയ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത സ്ഥലമാണിത്. Nobody can close in this കാരണം അവന്റെ place. സാന്നിധ്യം ഈ ഹോളിനെ മൂടുന്നു. Because his presence covers this hall. അപാധരമനവനെ കിടക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവർ, In those who believe, move in the spirit. ഹല്ലേലൂയ യേശു ഹല്ലേലൂയ നിന്റെ അനുഭവമായി മാറിയ Jesus is becoming your experience. അറിവിനേക്കാൾ വലിപ്പമാണ് അനുഭവം. Experience is greater than knowledge. ഹല്ലേലൂയ നിങ്ങൾക്കറിയാമോ, ഈ വചനം നിങ്ങൾക്ക് അറിവാകുന്നത് നല്ലതാണ്. It is good that this word becomes knowledge to you. അറിവുകൾ നമ്മളെ ഗൈഡ് ചെയ്യാറുണ്ട്. Knowledge guides us. പക്ഷേ അനുഭവം നിങ്ങളെ പുതുക്കും. But experience will renew you. ഹല്ലേലൂയ അറിവ് നിങ്ങളെ ഒത്തിരി മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല. Knowledge will not take you forward much. ഹല്ലേലൂയ അറിവിനകത്ത് നിൽക്കുന്നവർ സഭയിൽ ഉറക്കത്തില്ല. Those who are in knowledge will not be steady in the church. സഭയ്ക്കകത്ത് നീ ഒരു അനുഭവത്തോടെ നിൽക്കുന്നെങ്കിൽ, But if you are standing in church with an നീ experience, സഭയിൽ തഴയ്ക്കും. you will flourish in the church. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. If you believe, pray with me. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്ന് If you പ്രാർത്ഥിക്കാം. believe, pray with me. ആത്മാവിൽ ഒന്ന് ശക്തിയോടെ ചലിക്കാൻ പറ്റുന്നവർ ചലിക്കുക. Those who can move in the spirit, we move in the spirit. നിനക്കറിയാമോ, ആ രാത്രിയിൽ That night, എന്റെ മേലിൽ എന്തോ സംഭവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. I knew something was happening upon me. അവിടെ ആ കട്ടിലിൽ കിടക്കുമ്പോൾ ഒരു ഭയങ്കര സ്പർശനം എന്റെ മേലിൽ നടക്കുന്നു എന്ന് എനിക്ക് പിടികിട്ടി. I experienced a touch on my body. ആത്മാവിൽ 2017 കൊല്ലത്തെ ആദ്യത്തെ മിനിസ്ട്രി സംഭവിക്കുന്നത് ആ ആശുപത്രി കിടക്കയിലാണ്. The first ministry in Kollam happened in that hospital. ഹല്ലേലൂയ നിങ്ങൾക്ക് യൂട്യൂബിൽ ശ്രദ്ധിച്ചാൽ അറിയാം. If you check on YouTube, you'll know. ആ രാത്രിയിൽ എന്റെ ശരീരത്തിൽ എന്തോ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. I knew something happened in my body that night. അടുത്ത ദിവസം ഹല്ലേലൂയ കൊണ്ട് ഹല്ലേലൂയ അവിടെ അറിയാം മെന്റലി അറിയാം ഈ ഞരമ്പുകൾക്ക് വെയിനുകൾക്ക് അറിയാം ബ്രെയിനിന്റെ വെയിനുകൾക്ക് പ്രശ്നമുള്ള ഒരു പയ്യനെ കൊണ്ടുവന്നു. They brought a child who had problems with the brain. അവനെ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. Nobody could handle him. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ അവിടെ രാത്രിയായി കഴിഞ്ഞാൽ അവൻ ഉറങ്ങത്തില്ല. അവൻ ആ കൊല്ലത്തെ അവിടെ ഒരു കോളനിയിലാണ് താമസിക്കുന്നത്. He's in a colony in Kollam. At night he will not sleep. അപ്പൻ ഉപേക്ഷിക്കപ്പെട്ടതാണ്. His father deserted him. ഹല്ലേലൂയ ആ സമയത്ത് അവനെ പിടിച്ചുകെട്ടി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊക്കെയാണ്. They tied him and brought him to the hospital. പക്ഷേ അവൻ ആ നേഴ്സുമാരെല്ലാം തെള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്ന റൂമിലേക്ക് ഓടി തെള്ളി കയറി വന്നു. Pushed the nurses and came running to the room that I was in. അവന്റെ മുമ്പിൽ വന്ന് കൈകൂപ്പി എന്റെ മുമ്പിൽ. He came in front of me and folded his hands. ജീവിതം തീരുമെന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ ആരോ എന്നോട് പറയാണ് അവന്റെ മേലോട്ട് കൈവയ്ക്കാൻ. The one who I thought my life was over, but something told me to put my hands on him. ഞാൻ അവന്റെ മേലോട്ട് കൈവയ്ക്കുകയും അവൻ സ്ലേയായി താഴെ വീണു. I put my hands on him, he fell down slain. അന്ന് മുതൽ അവന്റെ നിലവിളി അങ്ങ് നിന്നു. From that day his cry stopped. നിങ്ങൾക്കറിയാമോ, അന്ന് വൈകിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് അവന്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. From that night I get out of the hospital into his room. വീട്ടിൽ ആ കോളനിയിലുള്ളവർ മുഴുവൻ ഇവന്റെ വ്യത്യാസത്തിൽ ആ വീടിന്റെ മുറ്റത്ത് വരെ ഓടിക്കൂടി. Seeing his change, the entire people in the colony came to the house. ആ ഒറ്റ ആഴ്ച കൊണ്ട് 16 പേർ കൊല്ലത്ത് സ്നാനപ്പെടാൻ തയ്യാറായി. 1 week 16 people got baptized in Kollam. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്ന്, If you believe with me, നിന്റെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും അനുവദിക്കുന്നത് തകരാനല്ല. God will not allow anything to destroy you. വിശ്വസിക്കാമെങ്കിൽ ആത്മാവിൽ ചലിക്കുക. Move in the spirit with me. 2017
ഓഗസ്റ്റ് മാസം 2017 August, ജീവിതമെല്ലാം തീരുമെന്ന് പറഞ്ഞ എന്നെ the one who thought his life was over, സിംഗപ്പൂരിൽ 6 മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നു. Singapore 6 medical reports came കാരണം out. എല്ലാ 1.5 വർഷം കൂടുമ്പോഴും 2 വർഷം കൂടുമ്പോഴും മെഡിക്കൽ എടുക്കേണ്ടത് ആവശ്യമാണ്. Because I have to take medical after every 1.5 വിസയുടെ years റിന്യൂവലിന് വേണ്ടി മെഡിക്കൽ ആവശ്യമാണ്. for the visa renewal. ഓരോ മെഡിക്കലിലും എന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ മുഴുവൻ നോർമൽ എന്ന് വരാൻ തുടങ്ങി. Every medical report came normal for me. 2019 അതേ മെഡിക്കൽ റിപ്പോർട്ടുമായി അതേ ഹോസ്പിറ്റലിൽ ഞാൻ കടന്നു വന്നു. തിരിച്ചു 2019 I came back to the hospital in Colombo with the same report. അവരെല്ലാം എന്റെ മുഴുവൻ കാര്യങ്ങൾ ബ്ലഡ് എല്ലാം എടുത്ത് ചെക്ക് ചെയ്തു. They checked my blood and everything. ആ റിസൾട്ടുകളെല്ലാം നോർമൽ എന്ന് വെളിപ്പെട്ടു. Every result was normal. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തകരാനല്ല സഹോദര, Not to destroy you. എന്തോ ഒരു ഭയങ്കര പദ്ധതിക്കായി ദൈവം നിന്നെ മുമ്പോട്ട് God is കൊണ്ടുപോകുകയാണ്. taking you forward for a great purpose. ജീവിതത്തിനകത്ത് ദൈവം ഉപയോഗിച്ചവരെല്ലാവരെയും നോക്കിയാൽ If you look at everybody that God has അവരുടെ used, ജീവിതത്തിനകത്ത് എക്സ്പീരിയൻസുകൾ സംഭവിച്ചിട്ടുണ്ട്, many experiences are there. അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. Many things have happened. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, David will say, യഹോവ എന്റെ ഇടയനാകുന്നു, the Lord is my shepherd. ശത്രുക്കൾക്ക് മുമ്പാകെ അവൻ എനിക്ക് He വിരുന്നൊരുക്കിയവനാണ്. prepares a table before me in the presence of my enemies. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ചോണ്ട് പറ, Believing, clap your hands and say, നിനക്ക് വേണ്ടി എന്തോ വിരുന്നുകൾ ഓപ്പൺ ആകാൻ പോകുന്നു. some tables are being prepared for നിനക്ക് you. വേണ്ടി എന്തോ സൂപ്പർ നാച്ചുറൽ ഓപ്പൺ ആകാൻ Some പോകുന്നു. supernatural is opening for you. ഇടപെടലുകൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ Those who long for encounters. ഉടമന മനമന ഘടക സധര മനമന ഘടക ഓരബ സന്ധേരി അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം Acts chapter 27 അതിന്റെ 23 24 വാക്യങ്ങൾ പറയുന്നു. verses 23 and 24. ഞാൻ സേവിച്ച എന്റെ ദൈവം. My God, whom I വാക്യങ്ങളൊന്ന് serve. പ്രൊജക്ട് ചെയ്യാൻ പറ്റുമോ? വായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ Acts 27 verses അപ്പോസ്തല 20 പ്രവൃത്തി 24. 27 അധ്യായം Acts 27 അതിന്റെ 23 വാക്യം. 23. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് For last night an angel of the Lord, God to whom I belong and whom I serve, stood beside me. 24 വാക്യം. ഹല്ലേലൂയ. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. And he said, don't be afraid, Paul, for you will surely stand trial before Caesar. നിന്നോട് കൂടെയുള്ളവരെയെല്ലാം നിനക്ക് ഞാൻ ദാനം ചെയ്തിരിക്കുകയാണ്. What's more, God in his goodness has granted safety to everyone sailing with you. പൗലോസുള്ള ആ കപ്പല് എല്ലാം അവസാനിച്ചതുപോലെയാണ് നിൽക്കുന്നത്. Paul's ship is like everything is over. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പിൽ ഇടപെടലുകൾ സംഭവിക്കും. But the one who prays, interceptions are happening. പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പിൽ ഇടപെടലുകൾ സംഭവിക്കും. Interventions where a person is ഈ praying. വൈകിട്ട് മസ്കറ്റിന്റെ ആത്മമണ്ഡലത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, I declare in the spirit in ഈ Muscat, രാത്രി നിന്റെ എൻകൗണ്ടറിന്റെ രാത്രിയാണ്. tonight is the night of your ഈ encounter. രാത്രി അവസാനിച്ചതിന്റെ നടുവിൽ ദൈവം ഇറങ്ങാൻ പോകുന്ന സമയമാണ്. Where you say it's finished, God is coming സമാധാന down. മനമ ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചലിച്ച്, Pray in the spirit with me. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചലിച്ച്, Pray in the spirit with me. നിങ്ങളുടെ രോഗത്തിൽ, In your sickness, നിങ്ങളുടെ കടബാധ്യതയിൽ, in your debt, നിങ്ങളുടെ പ്രതികൂലത്തിൽ, in your trouble, നിങ്ങളുടെ ജോലിയിലെ പ്രശ്നത്തിൽ, in your problems at work, അവസാനിക്കുമെന്ന് പറയുന്ന എല്ലാ മേഖലയിലും every area where you say you're finished, ഇടപെടലുകൾ സംഭവിക്കാൻ പോകുന്നു. interventions are happening ജീവിതത്തിനകത്ത് in your life. വഴി തിരിച്ചു വിടുന്നവന്റെ ഇടപെടലുകൾ സംഭവിക്കാൻ പോകുന്നു. interventions where the ways are going ചലിക്കാൻ to ആരെങ്കിലും turn. ഉണ്ടെങ്കിൽ എന്റെ കൂടെ People will pray with me. അസാധാരണമായ ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നു. Extraordinary move of God is happening. ഇടപെടലുകൾ സംഭവിക്കുന്നു. Interventions. ഒരുമിച്ച് കരമൊന്ന് അടിച്ച് Clapping your hands together, pray with me. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം, Only വിശ്വസിക്കുന്നവർ those who മാത്രം, believe. വിശ്വസിക്കുന്നവർ മാത്രം. ഞാൻ അകത്തോട്ട് ഒരു സ്റ്റെപ്പ് കൂടെ വെക്കുകയാണ്. I'm taking a step inside. അറിയാം, നിങ്ങൾ തകർച്ചയിൽ തുടരരുത്. You will not continue in defeat. അറിയാം, നിങ്ങൾ ഭയത്തിൽ തുടരരുത്. Don't continue in fear. നിങ്ങൾ ആകുലതയിൽ തുടരരുത്. Don't continue in anxiety. ഞാൻ ഈ പദമൊന്ന് പറയട്ടെ. Let me say this. നിങ്ങൾ ഭയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ If you're in fear, നിങ്ങൾ ഇന്നലകളിലാണ് നിൽക്കുന്നത്. you're standing in yesterday. കാരണം ഇന്നലത്തെ അനുഭവമാണ് നിന്നെ വീണ്ടും ഭയത്തിലേക്ക് Because കൊണ്ടുപോകുന്നത്. yesterday's experience is putting you in fear. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവൻ ഇന്നത്തതിന്റെ ദൈവമാണ്. But our God is the God of today. എന്റെ ദൈവം ഇന്നത്തതിന്റെ Our ദൈവമാണ്. God is the God of today. അത് തിരിച്ചറിയുന്നവൻ വിശ്വസിച്ചോ ഇന്നെന്തോ സംഭവിക്കാൻ പോകുന്നു. Those who know that believe because something is about to happen today. ഇന്നലകളിലെ വഴിയടഞ്ഞത് കണ്ട് ഭയപ്പെടരുത്. Don't be afraid thinking that those closed ജീവിതത്തിൽ yesterday. പുതിയത് വെളിപ്പെടും. For new things to happen will happen. ഭയപ്പെടുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു. The Lord is telling somebody who's fearing. മോശ പറഞ്ഞതുപോലെ Like Moses said, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്. do not be afraid. അറിയ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കാണുക. You will see the salvation that God has prepared for you. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നിങ്ങൾ കാണത്തില്ല. You will not see the Egyptians you saw today again. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ Only those who ഈ believe. കഴിഞ്ഞ മിനിറ്റുകളിൽ The last minutes, അറിയ, ദൈവം നിന്നെ
അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. God is taking you to another realm. വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിക്കുക. Only those who believe pray. മാറാ മധുരമാകുന്ന തലങ്ങൾ നീ കാണാൻ പോകുന്നു. Mara becomes sweet. കാരണം നീ വിളിക്കുന്നത് സർവശക്തനെയാണ്. Because you're calling the Almighty God. ഭയപ്പെടുന്നവർ വിശ്വാസ വാക്കുകൾ പറയുക. Those who fear speak words of faith. വിശ്വാസ വാക്കുകൾ പറയുക. Words of faith. നിന്റെ ജീവിതത്തിനകത്ത് എഴുന്നേൽപ്പുകൾ സംഭവിക്കുന്നു. You're going to rise up. ഈ സഭ ആദ്യം പറഞ്ഞതുപോലെ Like the church said. ഹരിയ വചനങ്ങൾ ഏറ്റു പറയുക. You declare the words. ആ വചനം നിന്നിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും. And the word will create do miracles in you. കാരണം എത്ര പേർ പറയും വചനം ജീവനുള്ളതാണ്. How many will say the word is living? വചനം ചൈതന്യം വരുത്തുന്നതാണ്. The word brings life. ഹരിയ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ആക്റ്റീവ് ആകുമെന്നുള്ളതാണ്. In English it's the word active. ഇന്ന് കേൾക്കുന്ന വചനം നിന്നിൽ നിന്ന് ആക്റ്റീവ് ആകാൻ പോകുന്നു. The word that you're hearing will become active in you. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ നിന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് പറയാമോ? Lifting up your hands, can you say if you നിന്റെ believe മേലിൽ വചനം ആക്റ്റീവ് ആകാൻ പോകുന്നു. the word is going to be active upon me? പൗലോസ് മറ്റൊരു സ്ഥലത്ത് ആ വചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. Paul says in another portion. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ 1 തെസ്സലോനിക്കർ 1 Thessalonians 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരണം. chapter 2 verses 1 30. തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ 1 വാക്യത്തിലേക്ക്. Thessalonians 2:30. ഞങ്ങൾ പ്രസംഗിച്ച വചനം The word we preached, നിങ്ങൾ കേട്ടു. you heard it. അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, It is not as human ideas, സാക്ഷാൽ ആകുന്നത് പോലെ like the very word from God. ദൈവത്തിന്റെ വചനമായി നിങ്ങൾ കൈക്കൊണ്ടതിനാൽ Because you accepted it like ഞങ്ങൾ that. ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുക. And we praise God for that. ഞങ്ങൾ സ്തുതിക്കാൻ കാരണം, We thank God. ഞങ്ങൾ കർത്താവിനെ ഉയർത്താൻ കാരണം, We lift God. ഇതിനകത്ത് ആരൊക്കെയോ ദൈവവചനം കൈക്കൊണ്ടോണ്ടിരിക്കുകയാണ്. Some people are receiving the word of ഇതിനകത്ത് God. ആരൊക്കെയോ വചനം Some people ഏറ്റെടുത്തോണ്ടിരിക്കുകയാണ്. are receiving the word of അത് God. ഏറ്റെടുത്തോണ്ടിരിക്കുന്നവന് വേണ്ടി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, The one ആ receiving, I വചനം declare. നിന്നിൽ ജീവൻ And കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. that word is bringing life ആ to you. വചനം നിന്നിൽ അത്ഭുതങ്ങളെ That word is കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. bringing miracles to you. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ Those who receive it. ദൈവത്തിന്റെ വചനമാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ Those who believe that the word of God is അത് speaking to me. കാണുന്ന നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമോ? Do you know? അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം Acts chapter 14 അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ verses 8 ലുസ്ത്രയിൽ onwards. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കാണാം. A man who was lame from birth. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ While Paul was preaching, അവന് സൗഖ്യമാകാൻ വിശ്വാസമുണ്ടെന്ന് കണ്ടു. he saw he had faith to ഞാൻ be healed. ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു I പറയുന്നു, will declare in the spirit. നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തിനകത്ത് നിങ്ങളുടെ വിശ്വാസത്തെ കാണാൻ കഴിയും. The word, you can see the faith that you have. കാണാൻ കഴിയുന്ന രീതിയിൽ വിശ്വാസം ചലിക്കുന്നുണ്ട്. And let your faith move in a way you can see. ആരൊക്കെയോ വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കാൻ പോകുന്നു. Some people are going to reach into ആരൊക്കെയോ promises. സൗഖ്യത്തെ എത്തിപ്പിടിക്കാൻ Some people പോകുന്നു. are going to hold on to it for നിന്റെ healing. ഇരുത്ത കണ്ടാൽ അറിയാം When you seated, അടുത്തേതോ മിനിറ്റിൽ നീ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ then you're പോകുകയാണ്. going to receive from God the way you're കാരണം sitting. നദി ഒഴുകുകയാണ്. Because the river is flowing. നദി ഒഴുകുന്നുണ്ടെങ്കിൽ പുതിയത് പ്രതീക്ഷിക്കണം. Because if the river is flowing, expect new ഒഴുക്കുള്ള things. സ്ഥലത്താണ് നീ നിൽക്കുന്നത്. You are in the place of the river. അടുത്തത് പുതിയതെന്തോ നിന്റെ മേളിൽ വെളിപ്പെടാൻ പോകുന്നു. Something new is coming to you. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, I ശത്രു declare in the spirit. കാണാത്തതെന്തോ ഒന്ന്, What the enemy has not seen, something like that. ഫറവോൻ കാണാത്തതെന്തോ ഒന്ന്, What the Pharaoh has not seen, ഹെരോദാവ് അറിയാത്തതെന്തോ ഒന്ന്, what Herod has not seen. അടുത്ത മിനിറ്റിൽ നിനക്ക് വേണ്ടി തുറക്കുന്നു. For you it is opening up. ഏഞ്ചലിക് മൂവുകൾ സംഭവിക്കുന്നു. Angelic moves are happening. പ്രതികരിക്കുന്നവന് വേണ്ടി ഏഞ്ചലിക് മൂവുകൾ സംഭവിക്കുന്നു. Angelic moves to the one who responds to the word. ആത്മാവിൽ ചലിക്കുക, ആത്മാവിൽ ചലിക്കുക, ആത്മാവിൽ ചലിക്കുക. ഉടമന മനമന ഘടക കരം അടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നവർ If you can clap your hands and praise God for a few moments. ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നു. ആരൊക്കെയോ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് പോലെ, The size of your ആരൊക്കെയോ faith, വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് the size പോലെ of your faith is increasing. നദിയുടെ ചലനം സംഭവിക്കുന്നു. The move of the river. പുതിയത് പ്രാപിക്കുക. Receive new things. പുതിയത് വെളിപ്പെടുന്ന സ്ഥലമാണ്. Place where new things are revealed. ആലയത്തിന്റെ ഉമ്മറപ്പടിയിൽ നിന്നാണ് നദി ഒഴുകുന്നത്. The river flows to the door of ഈ the ആലയം temple. നദിയെ കൊണ്ടുവരുന്നതാണ്. And the river brings, ഈ ആലയം നിന്നെ അടുത്ത തലത്തിലോട്ട് the കൊണ്ടുപോകുന്നതാണ്. temple brings the river, takes you to the next വിശ്വസിക്കുന്നവർ level. മാത്രം ആത്മാവിൽ പറ. Only those who believe അടുത്ത say. ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. Next moves are going to happen. എത്ര പേർ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും? How many will lift your hands and say, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, I declare in the spirit. നദിയുടെ ചലനം, ആത്മാവിന്റെ ചലനം നിങ്ങളുടെ മേലിൽ വെളിപ്പെട്ടാൽ When the move of the spirit happens upon ഈ you, മിനിറ്റിൽ പൊട്ടിക്കിളിപ്പുകൾ സംഭവിക്കും. some breaking out will കാരണം happen. പ്രത്യാശയോടുകൂടെ ഞാൻ നിൽക്കുന്നത്. Because you're standing with hope. യോബ് വിളിച്ചു പറയുന്ന ഒരു വൃക്ഷമായാലും അതിന് പ്രത്യാശയുണ്ട്. Job says hope. അത് വെട്ടിയാൽ വീണ്ടും പൊട്ടിക്കിളിർക്കും. It will sprout ഇന്ന് again. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതിനകത്ത് സ്പർശനം നടന്നാൽ When touch happens, നിന്റെ ജീവിതത്തിനകത്ത് പുതുക്കങ്ങൾ സംഭവിക്കും. the renewing happens.
നിന്റെ ജീവിതത്തിൽ ശത്രു കാണാത്ത ചിലത് ഈ അടുത്ത മണിക്കൂറുകൾ സംഭവിക്കാൻ What the enemy പോകുകയാണ്. has not seen, few things will happen in your life. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവർ ചലിക്കണമേ. Those who can move in the ഈ spirit. മീറ്റിംഗ് അടുത്തൊരു തലത്തോട്ട് കയറുന്നത് എനിക്ക് കാണാം. I can see the meeting moving to another level. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഞാൻ സ്നേഹിച്ച എന്നെ വിളിച്ചവന് ഈ ഹോളിൽ നടക്കുന്നത് എനിക്ക് കാണാം. I can see the one who called me and loved me walking in this hall. എത്ര പേർ വിളിച്ചു പറയും, അന്ത്യകാലത്തിൽ സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. In the last time, I'll pour out my spirit upon all flesh. ഇതൊരു പകർച്ചയുടെ സമയമാണ്. It is a time of ഇതൊരു impartation. കൈമാറ്റത്തിന്റെ സമയമാണ്. It is a time of ഇതൊരു impartation. തിരിവിന്റെ സമയമാണ്. It's a time of turnaround. നിന്റെ കൂടെ യേശു നടക്കുന്നത് അനുഭവിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, Those who can experience God walking with ശബദന you. മനമന ഘടക ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണേ. Those who can pray in the spirit. അറിയ, കഴിഞ്ഞ ഒരു മാസമായി The last 1 month, എന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും വലിയ അനുഭവം, the one thing that's happening in my life, എവിടെങ്കിലും അറിയ നദി വെളിപ്പെടുന്നു എന്ന് മനസ്സിലായാൽ, if I know the river is flowing, ടൈം പീരീഡുകളെ പൊട്ടിച്ചുകൊണ്ട് ആ നദി അനേകരെ തൊടുന്നത് ഞാൻ കാണുന്നു. I've seen the river touching people, breaking time വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് periods. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. Lifting up your hands, pray. നദി നിന്നെ തൊടട്ടെ. Let the river flow. ഹരിയ, ഈ നദിക്കകത്ത് വെളിപ്പെടുന്ന ആത്മസാന്നിധ്യം, The presence in the river, ഹരിയ, നിന്റെ കുറവുകളെ തീർക്കുന്നതാണ്. it'll cover your നിന്നിലേക്ക് losses. നിറവുകൾ It'll കൊണ്ടുവരികയാണ്. bring fullness. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire that? ആഗ്രഹിക്കുന്നവർ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, Only those who desire that, lifting up your hands. ആഗ്രഹിക്കുന്നവർ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, Only those who desire, lift up your hands. സ്പർശനം ആഗ്രഹിക്കുന്നവർ, Those who long for the touch. ദൈവപ്രവർത്തികൾ Those ആഗ്രഹിക്കുന്നവർ, who long for the move of God. കർത്താവിനെ തൊടുമെന്ന് ആഗ്രഹിക്കുന്നവർ, Those who know that God will ഞാൻ touch them. ആത്മാവിൽ ആരോടൊക്കെ വിളിച്ചു പറയുന്നു, ബലാൽക്കാരികൾ ഇതിനകത്ത് എഴുന്നേൽക്കുന്നുണ്ട്. Strong men will rise up. അവൻ എന്നെ തൊടുന്നതിന് മുമ്പ് ഞാൻ അവനെ സ്പർശിക്കുമെന്ന് പറയുന്നു. Before he touches me, I will അവനെ touch him. തൊട്ടവരും അവൻ തൊട്ടവരും The ones who touched him and he touched. അത്ഭുതങ്ങളെ കണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ They saw നിന്റെ miracles. അത്ഭുതത്തിന്റെ സമയമാണ്. This is your time of കർത്താവ് miracle. നിന്നെ സ്പർശിക്കാൻ പോകുന്നു. The Lord is going to touch you. എന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ വിളിച്ചു പറയാം, From my life I declare, അറിയ, ദൈവം തൊടുന്ന ഒരു വെള്ളിയാഴ്ചക്കാൾ വലിപ്പത്തിൽ ഞാൻ ദൈവത്തെ സ്പർശിക്കുന്ന വെള്ളിയാഴ്ചയാണിത്. more than God touching me on a Friday, me touching ബലാൽക്കാരികൾ God. എഴുന്നേൽക്കുന്നല്ലോ. Strong men are rising up. ബലാൽക്കാരികൾ എഴുന്നേൽക്കുന്നല്ലോ. Strong men are rising ഈ up. കറുപ്പിട്ടേക്കുന്ന സൗര്യനിൽ സൗഖ്യം നടക്കുന്നു. Healing on the sister wearing black. മാസങ്ങളായി അറിയ, നിന്റെ മേളിൽ നിൽക്കുന്ന ഡിപ്രഷന്റെ ശക്തികൾ The power of depression യേശുവിൻ upon you. നാമത്തിൽ പൊട്ടി മാറുന്നത് In the എനിക്ക് name of കാണാം. Jesus is being broken. കർത്താവ് നിന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. God is bringing you back. തകർച്ചകൾ മാറുന്നു. The failures are going. ആത്മാവിന്റെ ചലനങ്ങൾ സംഭവിക്കട്ടെ. The move of the Spirit is happening. ആത്മാവിന്റെ ചലനങ്ങൾ സംഭവിക്കട്ടെ. The move of the Spirit is happening. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരമടിച്ചോ. You're clapping your hands and ഒഴുകുന്ന lifting up നദിയിൽ your hands. പ്രതികരിക്കുക. Just respond to the move of the Spirit. ഒഴുകുന്ന നദിയിൽ പ്രതികരിക്കുക. Move, respond to the move of the Spirit. അസാധാരണമായ ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. Great moves are happening. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആഗ്രഹമുള്ളവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. The people who are thirsty are here. 12 വർഷമായ രക്തസാവസ്ത്രീ, The woman with the issue of blood for 12 years. When she touched. അവൾ തൊടുമ്പോൾ When she touched. യേശു അവിടെ നിൽക്കുകയാണ്. Jesus is standing there. യേശു തിരിഞ്ഞു നോക്കുകയാണ്. Jesus looks back. എന്തിനു വേണ്ടിയാണ് യേശു നിൽക്കുന്നത്? Why? തൊട്ടവളെ കാണാൻ വേണ്ടിയാണ്. To see the one who touched him. ഇന്ന് വൈകിട്ടും എന്റെ കർത്താവ് ഇതിനകത്ത് നിൽക്കുന്നു. And the Lord is standing here today. അവൾ അതിനകത്ത് പ്രതികരിക്കുകയാണ്. She was responding there. ഹരിയ, തൊട്ടതാരാണ് എന്ന് ചോദിച്ചുകൊണ്ട് പ്രതികരിക്കുകയാണ്. Who touched me? ഹരിയ, നാളുകൾ എന്റെ ചോദ്യത്തിനകത്ത് ദൈവം മറുപടി പറയായിരുന്നു. അത് The reason God didn't answer for a long time. ഹല്ലേലൂയ. അവൾ യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി She knelt down before Jesus. തന്നിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ When she told him what happened, യേശു അവളോടൊരു മറുപടി പറയുകയാണ്. Jesus tells her something. മകളെ, Daughter, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. your faith has healed you. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ Those who believe with me, അവളുടെ മേളിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുകയാണ്. there is a revealing happening. കർത്താവിന്റെ മേളിൽ നിന്ന് ഒഴുകിയ ശക്തി, The power from Jesus, കർത്താവിന്റെ മേളിൽ നിന്ന് കൈമാറിയ ആത്മസ്പർശനം the touch from അവളുടെ God, അനാഥത്വത്തെ പൊട്ടിച്ചു കളയുകയാണ്. breaking her orphan spirit. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടത്തെ ഈ മീറ്റിംഗിൽ Tonight's meeting, നിന്റെ മേളിൽ പകരുന്ന അഭിഷേകം the anointing upon you നിന്റെ അനാഥത്വത്തെ മാറ്റുകയാണ്. will break your spiritual അന്ത്യനാളിൽ orphan. വെളിപ്പെടുന്ന ആത്മാവിന്റെ ഏറ്റവും വലിയ ചലനം എന്ന് പറയുന്നത് The move of the Spirit at the end times നിന്റെ കൂടെ നടക്കുന്നതാണ്. is walking with you. നിന്നെ എത്തിക്കേണ്ടടുത്ത് Will എത്തിക്കുന്നതാണ്. take you where you have to reach. നിത്യജീവനായി ഒരുക്കപ്പെട്ട ജനം ഒരുമിച്ച് The people are prepared for eternal ഒരു life. ശത്രുവിനെ നിന്നെ തടയാൻ കഴിയത്തില്ല. No enemy can stop ഓ, you. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്നെ കൂടെ Those who believe. ഉടമന മനമന ഘടക. ഇന്ന് ചിലവരെ അനാഥത്വങ്ങൾ മാറുന്നു. Some orphan spirits are going. അന്ത്യനാളിൽ ഏലിയാവിന്റെ ആത്മാവ് ചിലവരുടെ മേളിൽ The spirit വെളിപ്പെടുകയാണ്. of Elijah is coming upon ഈ the people. സഭയിൽ വെളിപ്പെടുന്നത് പ്രോഫറ്റിക്കൽ മൂവ് ആണ്. A prophetical move upon the church. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ Those who ചലിക്കുക. can move in the Spirit. ആരൊക്കെയോ ആകുലതകളിൽ പെടുന്നവരുണ്ട്. Those who are anxious. ആരൊക്കെയോ ഭയപ്പെടുന്നവരുണ്ട്. Those who are afraid. പക്ഷെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞൊരു അപ്പന്റെ സാന്നിധ്യം, But the presence of the Father which says, do not be ഭയപ്പെടേണ്ട afraid. എന്ന് പറഞ്ഞൊരു അപ്പന്റെ സാന്നിധ്യം Do not be afraid. ഇന്ന് ആത്മതലത്തിൽ നിന്റെ മേളിൽ If കൈമാറുകയാണ്. the spirit realm is coming upon you, നിന്റെ മേളിൽ കൈമാറുകയാണ്. is coming upon you. സകതര ഘടക റംധേരി അംധേരിയ
വിശ്വസിക്കുന്നവർ മാത്രം ചേർന്നുകൊണ്ട് Only those who believe. ശബദന മനോനഘടക അസാധാരണമായ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. Extraordinary healings happening. ആരും സഹായിക്കാനില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? Anybody who says nobody to help me. ഇനി എങ്ങനെയെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? How would I go forward? അവനോട് കർത്താവ് പറയുന്നു, ഇന്ന് The Lord is telling ഈ today. വൈകിട്ട് നിന്റെ മേലിൽ വെളിപ്പെടുന്ന പുനപ്പ്, The mantle falling upon you. നിന്റെ മേലിൽ വ്യാപരിക്കുന്ന ചലനം, The move upon you. ഒരപ്പന്റെ കൈമാറ്റമാണ്. Is the impartation of a ഒരപ്പന്റെ father. കൈമാറ്റമാണ്. Is the impartation of a father. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, Those who believe. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചലിക്കണേ. Those who believe move. ഇന്ന് വൈകിട്ട് Tonight. നിന്റെ ഭയം മാറുന്ന വൈകിട്ടാണ്. Your fear leaves. എന്റെ അപ്പൻ എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് My father is with me. എനിക്ക് 2 മക്കൾ അവരെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് When my 2 children started walking with എനിക്ക് me, ഈ തലം ആഴമായി മനസ്സിലായത്. I understood this realm. എന്റെ മക്കളുടെ കൂടെ ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ Even though I'm walking with my kids, അവരൊരിക്കലും ആകുലപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. I've never seen them worried. അവരൊരിക്കലും ആഹാരത്തിന് ഭാരപ്പെടുന്നത് ഞാൻ I've never കണ്ടിട്ടില്ല. seen them worried about food. അവരൊരിക്കലും വസ്ത്രത്തിന് ഭാരപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. Never seen them stressed about clothes. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ Greater than that. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ നടക്കാൻ പോകുന്നു. The presence of God walking with നിന്നിൽ you വസിക്കാൻ പോകുന്നു. is dwelling in you. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, Those who believe, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ those who believe, അവർ ഒരുമിച്ച് ചലിച്ചേ, move with me. അവർ ഒരുമിച്ച് ചലിച്ചേ. Move with me. അപ്പാ, Father, ഈ തലം പോരാ കർത്താവേ, we want more. ഒന്നുകൂടെ We want അങ്ങ് അറിയുവാൻ. to know you deeper. ഓരാബാ സധേനിയം ധേരിയ, ശംധേനിയം ധേരിയ, ശതാരമാന സധേനിയം ധേരിയ, ഓരാബാ ശംധേരി. ഈ ദൈവാസിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ മീറ്റിങ്ങിനകത്ത് ദൈവാസിയെ നിങ്ങളെ ഓണർ ചെയ്യാൻ പോകുകയാണ് കർത്താവ്. God is going to honor you. ഏതാണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് 23 years before, നിങ്ങൾ കൊടുത്ത വില ഭയങ്കരമാണ്. the price you paid is high. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, The Holy Spirit is showing me നിങ്ങളെ ഓണർ ചെയ്യുന്ന സമയം വരാൻ പോകുന്നു. the season of your honoring is coming. നിങ്ങൾ കഷ്ടപ്പെട്ട തലങ്ങളിൽ In the areas where you struggled, ദൈവം നിങ്ങളെ ഓണർ ചെയ്യുന്ന തലം തുറക്കാൻ God പോകുന്നു. is going to honor you. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, Those who can pray in the Spirit. ഈ സഭയുടെ ഒരു മാതാവായി As a mother of the ഈ മകൾ church, തീരുന്നത് എനിക്ക് കാണാം. I can see her becoming. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് Those who can pray in the Spirit. അവരിലൂടെ പ്രവാചകന്മാർ പുറത്തു വരികയാണ്. Prophets will come out. അവരിലൂടെ രാജ്യങ്ങളെ പിടിക്കുന്നവർ പുറത്തു People who വരികയാണ്. touch nations come out. I prophesy. I prophesy. ഈ വൈകിട്ട് ഞാൻ പ്രവചിക്കുന്നു. I prophesy tonight. ഇതിന്റെ ബ്രാഞ്ചുകൾ ഓപ്പൺ ആകാൻ പോകുന്നു. Branches are being opened for the church. ഇതിനകത്ത് മൂവുകൾ സംഭവിക്കാൻ പോകുന്നു. Moves are going to happen. ഇതിനകത്ത് ഒഴുക്കുകൾ നടക്കുന്നു. Flow is going to happen. ദൈവദാസനെ, Man of God, നിങ്ങൾ മക്കളെ ഏൽപ്പിച്ച അടുത്ത സ്ഥലങ്ങളിൽ മൂവ് ചെയ്യുന്നു. you will move to other places. ഏതാണ്ട് 1.5 വർഷത്തിന് ശേഷം After 1.5 years, ഇത് വെള്ളക്കാരുടെ നടുവിൽ വെളിപ്പെടുന്നു. എനിക്ക് കാണാം. I see it coming into the place where people are white. നിങ്ങളെ Receive it. സാധാരണമായി ശബദന മനമനഘടക ചലിക്കാൻ പറ്റുന്നവർ ചലിക്കുക. Those who can move with the Spirit move. Move. പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്നു. Holy Spirit is moving. നിന്റെ ജീവിത തലങ്ങളെ മാറ്റിമറിക്കുന്ന He's രീതിയിൽ, changing the realms of your നിന്റെ life. ജീവിത തലങ്ങളെ മാറ്റിമറിക്കുന്ന രീതിയിൽ In a way, He changed your life. പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. The Holy Spirit is moving. പുറകിരിക്കുന്നവരെ പ്രതികരിക്കുക. The people at the back respond. പ്രതികരിക്കുക. Respond to the word. പ്രതികരിക്കുന്നതിന് വേണ്ടി യേശു നിൽക്കുന്നു. Jesus stands for the ones who are അവന്റെ responding. വാക്കുകൾ നിനക്ക് വേണ്ടി വെളിപ്പെടുന്നു. His words revealing for you. ഒരപ്പനായി, As a father, ഒരമ്മയായി, as a mother, അവൻ നിന്റെ കൂടെ നടക്കാൻ He is ആഗ്രഹിക്കുന്നു. walking with you. അന്ത്യകാലത്ത് വെളിപ്പെടുന്ന ആത്മശക്തിയെ തിരിച്ചറിയാൻ പറ്റുന്നവർ, Knowing the power that's revealed in the last days. ശത്രു നിന്റെ മേലിൽ വെളിപ്പെടുത്തിയ അനാഥത്വങ്ങളെ മാറ്റുന്ന, Taking away the orphan spirit that happened upon you. Taking away fear. ആകുലതകളെ മാറ്റുന്ന. Taking away anxiety. ഇതിനകത്ത് ആരൊക്കെ വിളിച്ചു പറയുന്നു? Some people say, അവൻ എന്റെ അപ്പനാണ്. He is my father. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. Only those who believe, lifting up your hands. നിന്റെ മേലിൽ അനാഥത്വങ്ങൾ മാറുമെന്ന് വിശ്വസിക്കുന്നവർ, Those who believe that orphan spirit is leaving. ഈ മിനിറ്റിൽ വർഷത്തിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ച ഒരു പ്രൊഫറ്റിക്കൽ മൂവിലേക്ക് കാര്യങ്ങൾ തിരിയാൻ പോകുന്നു. Things are going to move into prophetical realm. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കുന്നു സാന്നിധ്യം ഒന്നുകൂടെ ചലിക്കുകയാണ്. I know the presence is moving here. കട്ടിയായ സാന്നിധ്യം ചലിക്കുന്നു. I know the presence is moving. കട്ടിയായ സാന്നിധ്യം ചലിക്കുന്നു. I know the thick presence is moving. അവകാശം പറയുന്ന ചിലവർ എഴുന്നേൽക്കുന്നു. Some people with inheritance are rising up. എല്ലാവരെയും തടഞ്ഞു വെച്ച ചിലത് What is blocked till yesterday? കഥാവിരദാസൻ ഞാൻ കാണുന്നത്, What I see. ഓരോ ഫ്രൈഡേയിലും ഇതിനകത്ത് സംഭവിക്കുന്നത്, What is happening every Friday here? ശത്രുവിന്റെ ചങ്ങലകൾ The പൊട്ടിപ്പോകുകയാണ്. chains of the enemy being broken. ശത്രുവിന്റെ പ്ലാനുകൾ Plans തകരുകയാണ്. of the enemy breaking. കാരണം നീ നിൽക്കുന്ന സ്ഥലം ആത്മനദിയുടെ സ്ഥലമാണ്. Because where you stand is a place of the Spirit. പ്ലാനുകളെ തകർക്കുന്ന നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന A സ്ഥലമാണിത്. place where doors open for you. ആ സാന്നിധ്യം അറിയുന്നവർ ഒരുമിച്ച് ഒന്ന് ചേർന്നുകൊണ്ട് അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ,
ഒരപ്പൻ നിന്നെ പിടിക്കുന്നത് A പോലെ father holding you. കർത്താവിന്റെ സാന്നിധ്യം നിന്നെ തൊടുന്നു. അറിയാം, മുമ്പോട്ട് പോകാൻ പറയുന്നവൻ, Those who want to go forward, കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോകുന്നു the എന്ന് Lord is പറയുന്നവൻ, going to honor you. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ Those who believe, ഇതൊരു പ്രൊഫറ്റിക്കൽ മൂവ് ആയി this is തീരുകയാണ്. a prophetical move. ഇതൊരു പ്രൊഫറ്റിക്കൽ മൂവ് ആയി It is going തീരുകയാണ്. to be a prophetical ഇതൊരു move. കൈറോസ് മൂവ് ആയി This is തീരുകയാണ്. a Kairos move നിന്റെ ജീവിതത്തിനകത്ത് in your life. പുതിയത് പ്രതീക്ഷിക്കാൻ എത്ര പേർ How തയ്യാറാണ്? many will expect new things? അറിയാം, നാഴിക വന്നിട്ടില്ല എന്ന് പറയുന്ന, Those who said time has not come, അറിയാം, ചിലവരോട് കർത്താവ് പറയുന്നു, the Lord is telling, വിശ്വാസത്തിൽ ചലിക്ക, move in faith. ഇത് നിന്റെ സമയമായി മാറുന്നു. This is your time. ചില മറിയമാർ Some Marys, ഇന്ന് കർത്താവിൽ നിന്ന് വിശ്വാസത്തിൽ, if by the faith in Lord, Yes, hallelujah, ലോകത്തിന് നീ ഒരു അതിശയമായി മാറാൻ you're പോകുന്നു. going to be a miracle to the world. ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, I prophesy in the Spirit. ടൈം തിരിയുന്നത് എനിക്ക് കാണാം. I see time turning. വർഷങ്ങൾ നടക്കാത്തത് What had happened for ഈ years, മിനിറ്റിൽ വിശ്വാസത്തിൽ ഡിക്ലെയർ ചെയ്യാൻ declare in faith. യേശുവിനെ Jesus, കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യിക്കാൻ പോകുന്നു. He's going to do miracles. ഒന്നാമത്തെ തലം, ഒന്നാമത്തെ തലം, by faith in me, First realm by faith. സമയത്തെ തിരിക്കുകയാണ്. You're turning time in the first realm. യേശു മറിയോട് പറഞ്ഞു, Jesus told Mary, എന്റെ നാഴിക വന്നിട്ടില്ല, my time has not come. സമയമായിട്ടില്ല. My time has not come. പക്ഷെ മറിയ തിരിഞ്ഞിട്ട് But പറയുന്നു, Mary turns and tells, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യണം. whatever he tells, do it. ഞാൻ ആത്മാവിൽ വിളിച്ചു I പറയുന്നു, declare in the Spirit. നടക്കത്തില്ലെന്ന് പറഞ്ഞതിന് What is it? What ഈ happened? മിനിറ്റിൽ നീ തിരിക്കുകയാണ്. You're turning this നീ moment. തിരിക്കുകയാണ്. You're turning this Yes. moment. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത് I declare in സ്വീകരിക്കുക. the Spirit. അവസാനിക്കുന്ന ചിലതിന് What is about to finish ഇപ്പോൾ right now. സൂപ്പർ നാച്ചുറലിലേക്ക് നീ തിരിക്കുന്നു. Supernaturally, God is turning. സൂപ്പർ നാച്ചുറലിലേക്ക് നീ God is തിരിക്കുന്നു. turning supernatural. നിന്റെ വിശ്വാസം, Your faith. നിന്റെ വിശ്വാസം Your faith ഒരു വഴിയല്ല. is not a way. ഓ ഹറിയ 7 വഴികൾ തുറക്കുന്നു. 7 doors opening. സഭ തരാ ശബ്ദേനിയ പേരിയ. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ While I speak this അത് message, സ്വീകരിക്കുന്ന ചിലരിനകത്തുണ്ട്. there are some people who receive it today. യെസ്, ചലിക്കുകയാണ്, It's moving. ചലിക്കുകയാണ്. It's moving. യെസ്, ചില മറിയമാരുടെ മേളിൽ Some Marys, പുതപ്പുകൾ വീഴുന്നു. mantles are falling നീ നിമിത്തം because of you. ചിലവർ വിടുതൽ പ്രാപിക്കാൻ Some പോകുന്നു. people experience യെസ്, deliverance. സ്വീകരിക്കുക, സ്വീകരിക്കുക. Receive it, അതിശയമായ നാമമേ, ആശ്ചര്യമായ. I prophesy. I prophesy ഇന്ന് വൈകിട്ട് tonight, ചിലവർ സമയത്ത് തിരിക്കുന്നവരാണ്. some people will turn time around. ചിലവർ ഈ ആരാധനയിൽ In this worship, നിയമങ്ങളെ തിരിക്കുകയാണ്. will turn the laws around. ചിലവർക്ക് For some people, ഞാൻ ആത്മാവിൽ സ്വീകരിച്ചോണ്ട് let me prophesy അറിയാം, ഗവൺമെന്റിൽ നിന്ന് from the government, ഫൈൻ പോലെ വന്നു കിടക്കുന്ന ചിലത്, some fine. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ I ഉയർത്തിക്കൊണ്ട് don't know if somebody like that is there. ഫൈൻ പോലെ വന്നു കിടക്കുന്ന Some ചിലത് fines. ഇന്ന് വൈകിട്ട് നീ വിശ്വാസത്തിൽ തിരിക്കാൻ പോകുന്നു. It's going to turn around in faith tonight കാരണം ഇതൊരു ഇടപെടലിന്റെ സമയമാണ്. because it's the time of an intervention. ഇല്ലായ്മ പറയുന്ന ഒത്തിരി പേരോടുണ്ട്. There are many people watching പക്ഷെ live, ഒരാൾ മാത്രം പറയുന്നു, but one person says, ഇല്ല എന്ന് പറയുന്നതിനെ തിരിക്കുന്നവന്റെ അടുക്കലേക്ക്, Amen. ഇല്ല എന്ന് പറയുന്നതിന്റെ When he അടുക്കലേക്ക്, said no, അറിയാം, നടക്കത്തില്ല എന്ന് പറയുന്നതിനെ when he says impossible, തിരിക്കാൻ കഴിയുന്നവന്റെ അടുക്കലേക്ക് to വരിക. the one who can turn things ഞാൻ around. ആത്മാവിൽ പറയട്ടെ, I prophesy. അറിയാം, മറിയ ഓടി വന്ന് ഇതേപോലെ അടുപ്പാ നിൽക്കുന്നേ. Mary came near ഹല്ലേലൂയ, അവരാണ് സംസാരിക്കുന്നത്. and they're talking. അവിടെ നിൽക്കുന്ന ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല. Nobody can understand what's അവൾ happening. പറയുകയാണ്, She's telling, അറിയാം, യേശുവേ, Jesus, ഇവിടെ വീഞ്ഞു തീർന്നു പോയി, the wine is finished. ഇവിടെ അവസാനിച്ചു. It's over. അവിടുന്ന് മറുപടി പറയുന്നത് നടക്കത്തില്ലെന്നാണ്. Jesus says it's not പക്ഷെ possible. ഇവിടുന്ന് എന്തോ പ്രാപിച്ചതുപോലെ But like she received ഒന്ന് something, തിരിയുകയാണ്. it's turning. എന്നിട്ട് അവൾ വിളിച്ചു പറയുന്നു, And she's telling, ഇവൻ പറഞ്ഞാൽ ചെയ്തോ, do whatever he tells. സമയത്ത് തിരിക്കുന്നു. The turning the time around. ഈ മീറ്റിംഗിൽ അങ്ങനെ സമയം തിരിയുന്നു. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച കർത്താവേ, Lift your Appa. hands and say, Father, എന്റെ കരം പിടിക്കണേ, hold my hand. എന്നെ കൂടെ നടത്തണേ, Walk with me. എന്റെ ഉള്ളിൽ ശക്തമായി അങ്ങ് വെളിപ്പെടണമേ, Reveal yourself in me. എന്നിലൂടെ അങ്ങ് ഒഴുകണമേ. Flow through me. കർത്താവേ, Lord, ഇന്നു മുതൽ ഞാൻ അനാഥനല്ല. I am not an orphan. ഇന്നു മുതൽ ഞാൻ ഹല്ലേലൂയ, ഓ, ഈ പദം പറയാൻ പരിശുദ്ധാത്മ The പറയുന്നു. Holy Spirit is telling me to tell this. ഓർഫൻ സ്പിരിറ്റ് ഉള്ളവർ ഒന്നിനും സ്ഥിരതയുള്ളവരായിരിക്കത്തില്ല. The ones who have an orphan spirit are not ഒന്നിനും steady. അവർക്ക് കോൺഫിഡൻസ് They will കാണത്തില്ല. not have confidence. പക്ഷെ ഇന്ന് കർത്താവ് നിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, But the Lord is holding your hands and telling, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം by the one who strengthens ഞാൻ me, സകലത്തിനും മതിയാകും. I can do all things. നിന്നെ ഉറപ്പിക്കാൻ പോകുന്നു. He's going to നീ ഇന്നു establish you. മുതൽ തകർന്നവനല്ല. You are not a broken നീ person. ഇന്നു മുതൽ തള്ളപ്പെട്ടവനല്ല. You are not rejected. നീ ഒരുക്കപ്പെട്ടവനാണ്. You are prepared. നീ
അത്ഭുതവാനാണ്. You are strong. കാരണം കർത്താവ് നിന്റെ കൂടെയുണ്ട്. God is with you. ഒരിക്കൽ കൂടെ ഞാൻ ഈ സഭയെ I അനുഗ്രഹിക്കുന്നു. bless the church. ഇത് പരക്കാൻ പോകുന്നതിനായി സ്തോത്രം. Thank you, God, it's going to spread. ഇത് വർദ്ധിക്കാൻ പോകുന്നതിനായി Thank you that it's going to multiply. കർത്താവേ, അടുത്തൊരു കൾച്ചറിനെ ഇതിൽ എഴുന്നേൽപ്പിക്കാൻ They're going to പോകുകയാണ്. raise up another ഞാൻ culture. ആത്മാവിൽ പ്രവചിക്കുന്നു. I prophesy in the Spirit. പുതിയൊരു കൾച്ചർ ഈ സഭയെ എഴുന്നേൽപ്പിക്കുന്നു. New culture is rising up in the church. Yes, ചലനം സംഭവിക്കുന്നു. That is move is happening. ചലനം സംഭവിക്കുന്നു. That move is happening. ചലനം സംഭവിക്കുന്നു. That move is happening. Yes, തുടർ ചലനങ്ങൾ. Move is happening. കർത്താവേ, Father, അങ്ങയുടെ ദാസനെ man of ഒരു God, മെതിവണ്ടിയാക്കി തീർക്കുക. ഒരു മെതിവണ്ടിയായി തീർക്കുന്നു. as a bulldozer, ആയുധമുള്ള as a weapon, കർത്താവിനെ ഒരു ആയുധമാക്കി തീർക്കുകയാണ്. as a weapon for the Lord. ചിലതിനെ കർത്താവ് വെട്ടിമുറുക്കിയാണ്. കർത്താവിന്റെ ദാസൻ And God is breaking some things open. മസ്കറ്റിൽ ഒരു പുതിയ കൾച്ചറിൽ വരുന്നു. For a new culture is rising up in Muscat. New culture. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. Lord, we believe that. അങ്ങ് ഞങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി. You're doing great miracles in our midst. ഒരിക്കൽ കൂടെ കർത്താവിന്റെ ദാസനെ Once again, എന്നെ ഇൻവൈറ്റ് ചെയ്തതിനായി എനിക്ക് സമയം തന്നതിനായി for the time given to me, ഞാൻ ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറയും. we thank the Lord. എത്ര പേർ എന്നെ കൂടെ ചേർന്ന് പറയും, എന്റെ സമയം തിരിഞ്ഞു പാസ്റ്റർ. This is the time. This is my എനിക്ക് വേണ്ടി time. ദൈവം ചിലത് ഒരുക്കിയെന്ന് ഞാൻ I know തിരിച്ചറിയുന്നു. God has prepared some things എനിക്ക് for വേണ്ടി me. അവൻ സമയം കുറിച്ചു എന്ന് ഞാൻ I know He's തിരിച്ചറിയുന്നു. prepared some things for me. കർത്താവിനെ അതിലേക്ക് കൊണ്ടുപോകുകയാണ്. And God is taking me there. അത് ചെയ്തതിനായി നന്ദി. Thank you, Lord, for doing that. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. We once again thank you, Lord. സഭയോട് നന്ദി.